Okay, welcome to my chemistry classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം ഡിസ്കസ് ചെയ്യേണ്ടത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അതിനുശേഷം നമ്മൾ നേരെ അതിന്റെ ചെറിയൊരു ടോപ്പിക് കൂടെയാണ്, അതിൻ്റെ അകത്ത് ഓക്സൈഡ്സ് ആണ്. ഇത് പൊതുവെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറില്ല, എന്നാൽ കൂടി വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രത്യേകിച്ച് NCERT ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അത്രയും ഡീറ്റെയിൽ നമ്മൾ പോകുന്നില്ല. നമ്മൾ വെറുതെ ഒരു ജസ്റ്റ് അത്യാവശ്യമുള്ളത് മാത്രം നോക്കിയിട്ട് പോവാണ് ഈ ഭാഗത്ത്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന അടുത്ത സെക്ഷൻ ഇറ്റ് ഓക്സൈഡ്സ് ആണ്. ഓക്സൈഡ്സ്. അപ്പോ ഓക്സൈഡ്സിലെ ഓക്സൈഡ്സ് ഓക്കെ. ഈ ഓക്സൈഡ്സിലെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഓക്സൈഡ് ആദ്യം നോക്കാം. വനേഡിയത്തിൽ നോക്കാം. വനേഡിയം ആകുമ്പോൾ ഇറ്റ് ഇസ് ഓൾസോ വനേഡിയം. ഓക്കെ, ഓക്സൈഡിൽ നമ്മൾ ഇറ്റ് ഇസ് V2O3 ആണ്. ഫസ്റ്റ് ഓക്സൈഡ് V2O3. ഓക്കെ, അടുത്തത് V2O5 ആണ്. V2O5 ആണ് ഓക്സൈഡ്. അടുത്ത ഓക്സൈഡ് V2O4 എടുക്കാം. V2O4 എടുക്കാം. അതിനുശേഷം V2 ഹിയർ അഗൈൻ O5 റിയാക്ട്. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 × 2 6 divided by 2 it is +3 oxidation state, and this also +4 oxidation state, and again this is a +5 oxidation state. അപ്പൊ ഇതാണ് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കാര്യം. നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ദിസ് ഈസ് ബേസിക്. അതിന്റെ സ്വഭാവം നോക്കുമ്പോൾ ദിറ്റ് ഈസ് എ ബേസിക് ആയിട്ട് സ്വഭാവം. ബേസിക്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്വഭാവം അസിഡിക് ആണ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ യു ക്യാൻ ഗെറ്റ് കാർബോണിക് ആസിഡ്. അതേപോലെ തന്നെ ഇതിനെ ചെക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ സ്വഭാവം ബേസിക് ആണ്. അടുത്ത് നോക്കുമ്പോൾ ലെസ് ബേസിക് ആണ്. ഇറ്റ് ഇസ് കളർ ലെസ് എന്തായിരിക്കും ബേസിക്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഓൾസോ ബേസിക്കിന് വിട്ടു, പക്ഷെ അസിഡിക് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആംഫോട്ടറിക് ഇസ് ഓൾസോ ആംഫോട്ടറിക്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു നേച്ചർ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്, അസിഡിറ്റി ഇൻക്രീസസ്, ഓർ തിരിച്ചു പറയാം ബേസിറ്റി ഡിക്രീസസ്, അങ്ങനെ പറയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെൻട്രൽ മെറ്റൽ അയോണിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ തൊട്ട് ലിഗാൻഡിന്റെ ഇലക്ട്രോൺസ് കുറേയും കൂടി ഇങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബോണ്ട് നോർമലി കോവാലന്റ് ബോണ്ടിലേക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇഫ് സെൻട്രൽ മെറ്റൽ അയോൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്, കോവാലന്റ് ക്യാരക്ടർ ആൾസോ ഇൻക്രീസസ്. അപ്പൊ രണ്ട് കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന്, ഫസ്റ്റ് തിങ് അത് എല്ലാ ഓക്സൈഡിലും അത് പറ്റും. ഇങ്ങനെയുള്ള എല്ലാ ഓക്സൈഡിലും അത് പറ്റും. വനേഡിയം മാത്രമല്ല, വേറെ ഏത് ഓക്സൈഡിലും ശരി. ആൻഡ് സോ ഇറ്റ് ഇസ് oxidation number. Okay, oxidation number increases, and so you can say acidity increases. I think acidity. Okay, acidity is also increases. Okay, so acid ആവണ്ടായിരുന്നു, acid ആയില്ല, acid അടുത്തേക്ക് പോയി. Okay, അടുത്തത്. Now you can say it is the next one. It is here again oxidation number increases. Oxidation number increases. Covalent character increases. Covalent character. Okay. Character character increases. Covalent character increases. അപ്പൊ ഇതാണ് ഒരു ഓക്സൈഡിന്റെ കാര്യം. Now this is a case of vanadium oxide. Now ഇതിനകത്ത് നമുക്ക് മനസ്സിലാവാൻ കാര്യം കേട്ടോ. ഈ ഭാഗം ചോദിക്കാം കേട്ടോ. കമ്പയർ ദി നേച്ചർ ഓഫ് ഓക്സൈഡ്. ഓക്കെ, വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. Now you can go for next oxide. So it says the next oxide is the case of chromium. Chromium oxide CrO2 പോസിബിൾ ആണ്. CrO2 +4 ആയിരിക്കും അല്ലെ. CrO പോസിബിൾ ആണ്. അടുത്തത് Cr2O3 പോസിബിൾ ആണ്. Cr2 ഹിയർ അഗൈൻ O3 പോസിബിൾ ആണ്. അടുത്ത് നോക്കുമ്പോൾ CrO3 പോസിബിൾ ആണ്. CrO3 പോസിബിൾ ആണ്. ഓക്കെ, മെയിൻ ഓക്സൈഡ് സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത് കേട്ടോ. ഓക്സൈഡ് ഇതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഓക്സൈഡ്സ് പോസിബിൾ ആണ്, പക്ഷെ മെയിൻ ഓക്സൈഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. Now oxidation state is here again +2, and this also 3 × 2 6 divided by 2 +3. Okay, +3 is the most stable oxide, and so it is a +6 oxidation state. Okay, clear? And nature നോക്കുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ബേസിക് ആണ്. കാരണം മെറ്റൽ ഓക്സൈഡ്സ് എല്ലാം നമ്മൾ ബേസിക് ആണ്, നമ്മൾ പണ്ടേ പഠിക്കുന്നുണ്ട്. ഏതില് പിന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ചാപ്റ്ററിൽ ഫസ്റ്റ് ഇയർ. ഓക്കെ, മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക്, നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ അസിഡിക്. ഓക്കെ, ഇതെല്ലാം മെറ്റൽ ആണ്, പക്ഷെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യും തോറും അസിഡിറ്റി എന്ത് ചെയ്യുന്നു, കൂടിക്കൊണ്ടിരിക്കും. Now we are going to first one. It is a basic one. This is a basic. അപ്പൊ ലോവസ്റ്റ് എപ്പോഴും ബേസിക് ആണ്. ബേസിക്. ഓക്കെ, അടുത്ത ആംഫോട്ടറിക്. അത് നമ്മളൊന്ന് ആലോചിച്ച് മനസ്സിലാവുള്ളൂ.
ആംഫോട്ടറിക്. ആംഫോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒറ്റ പോസിബിലിറ്റി ഉള്ള അസിഡിറ്റി. ഓക്കെ, അസിഡിക് ആണ്. ദിസ് ഇസ് കോൾഡ് അസിഡിക്. അസിഡിക് ആണ്. ഓക്കെ, ഇതേപോലെ നമ്മൾ അടുത്ത ഒരു ഓക്സൈഡ് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ തേർഡ് വൺ, ഓക്സൈഡ്സ് ഓഫ് മാംഗനീസ്. ഓക്കെ, മാംഗനീസ് അതിനകത്ത് ആദ്യത്തെ ഓക്സൈഡ് MnO. ഓക്കെ, മാംഗനീസ് ഓക്സൈഡ് Mn, ഇറ്റ് ഇസ് ഓൾസോ മാംഗനീസ് മോണോക്സൈഡ്. അടുത്ത Mn2O3, ഇറ്റ് ഇസ് ഓൾസോ Mn2O3. again Mn2, this also O3. Okay, Mn2O3 ആകുമ്പോൾ +3 ആയി, +3 ആയി. ഇനി +4 ആണെങ്കിൽ MnO2. ഓക്കെ, MnO2. ഓക്കെ, MnO2 ആയി +4 ആയി. ഇനി +5 അല്ലെങ്കിൽ +6 ആയിക്കോട്ടെ. Mn2O4 അല്ലെ, Mn2O4 വന്നു കഴിയുമ്പോഴത്തേക്കും 4 8 8 8 4 ആയി അല്ലെ. Mn2O4 ഉണ്ടോ നോക്കട്ടെ ഞാൻ. MnO2 കഴിഞ്ഞാൽ പിന്നെ Mn2O7 പറഞ്ഞു. Mn2 here again O7 is O7. Okay, yes. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും ഇതേ കേസ് തന്നെ. ഫസ്റ്റ് വൺ ഈസ് ബേസിക്, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ബേസിക്. സെക്കൻഡ് വൺ ഈസ് ആംഫോട്ടറിക്. ഓക്കെ, ഇറ്റ് ഈസ് ആംഫോട്ടറിക്. ഇറ്റ്സ് ഓൾസോ ആംഫോട്ടറിക്. ഓക്കെ, ദിസ് ഓൾസോ ആംഫോട്ടറിക്. Okay, here again amphoteric, but this is acidic. Okay, acidic. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മൾ ഇതിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണേ വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ഓക്സൈഡ്, ദിസ് വൺ ഓർ അല്ലെങ്കിൽ ക്രോമിയം തരും അല്ലെങ്കിൽ മാംഗനീസ് തരും. അപ്പൊ നമുക്ക് ഇത് കാണപ്പടം പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഹയസ്റ്റ് ഓക്സിഡൈസ് ഉള്ളത് നിർബന്ധമായും എന്തായിരിക്കും? അസിഡിക് ആണ്. ഇത് ആംഫോട്ടറിക് ആണെങ്കിലും അസിഡിക് എഴുതിയാലും തെറ്റൊന്നുമില്ല, കാരണം അതിനകത്ത് അസിഡിറ്റി ഉണ്ട്, ബേസിറ്റി. ഓക്കെ, സോ ദാറ്റ്സ് ദ കേസ്. അപ്പോ ഇതോടുകൂടി നമ്മൾ ഡി ബ്ലോക്കിന്റെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ പെട്ടെന്ന് തന്നെ എഫ് ബ്ലോക്കിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഇത് ഇതേപോലെ തന്നെ എഴുതാം, നോട്ട്സ് പറയേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ഓൾ ക്ലിയർ. So I am erasing this one. ഓക്കെ, നമ്മൾ നേരെ എഫ് ബ്ലോക്കിന്റെ ഒരു സെക്ഷനിലേക്ക് പോവാം അല്ലെ. എഫ് ബ്ലോക്ക്, നമ്മൾ ആദ്യം എഫ് ബ്ലോക്ക് ബേസിക്കലി എന്താന്ന് നമുക്ക് നോക്കാം. എഫ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സോ ഇറ്റ് ഈസ് ജനറലി എഫ് ബ്ലോക്കിന്റെ കാര്യം ഒരു നമ്മൾ ആദ്യം ഡി ബ്ലോക്ക് ഒന്ന് നോക്കിയിട്ട് പോവാം, അതാ ബെസ്റ്റ്. ഓക്കെ, ഡി ബ്ലോക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഐ കൻ സേ ഇറ്റ് ഈസ് സ്കാൻഡിയം. ഓക്കെ, സ്കാൻഡിയം. അതിനുശേഷം ഇറ്റ് ഈസ് ഇട്രിയം. സ്കാൻഡിയത്തിന് ശേഷം ഇട്രിയം. ഇട്രിയത്തിന് ശേഷം ലാന്തനം. അതിനുശേഷം ആക്ടീനിയം. ഇനി അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സ്കാൻഡിയത്തിന് തൊട്ടപ്പുറത്ത് ടൈറ്റാനിയം. തൊട്ട് താഴെ സിർക്കോണിയം. ഹാഫ്നിയം. അതിനുശേഷം വരിക പിന്നെ ഇറ്റ് ഈസ് റുദർഫോർഡിയം. റുദർഫോർഡിയം. ഇതിനകത്ത് അറ്റോമിക് നമ്പർ നോക്കുമ്പോൾ ലാന്തനത്തിന് അറ്റോമിക് നമ്പർ 57. ഓക്കെ, ദെൻ ഹാഫ്നിയത്തിന്റെ അറ്റോമിക് നമ്പർ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ 72. ആക്ടീനിയം 89 ആണ് അറ്റോമിക് നമ്പർ 89. ഇത് നോക്കുമ്പോൾ 104 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ലാന്തനം ആൻഡ് ഹാഫ്നിയം സോ മെനി ആർ ദയർ, മേ ബി 14 നമ്പർ ഓഫ് എലമെന്റ്സ്. 14 എലമെന്റ്സ് ഉണ്ട്. ആക്ടീനിയത്തിന്റെയും റുദർഫോർഡിയത്തിന്റെയും ഇടയ്ക്ക് 14 എലമെന്റ്സ് വേറെ ഉണ്ട്. അപ്പോ ഈ ആക്ടീനിയത്തിന് ശേഷം ഉള്ള ഈ എലമെന്റ്സിന് പറയുന്ന പേരാണ് ആക്ടിനോയിഡ്സ്. ലാന്തനത്തിന് ശേഷം ഈ എലമെന്റ്സ് ഉള്ളിലുള്ള എലമെന്റ്സിന് പറയുന്ന പേരാണ് ലാന്തനോയിഡ്സ്. ഓക്കെ, അത് നമ്മളപ്പോ സെപ്പറേറ്റ് ചെയ്ത് ഇൻ ബിറ്റ്വീൻ ആണോ. ഇതിന്റെ അകത്ത് ഇനി ഒരു 14 എണ്ണം കഴിഞ്ഞിട്ടാണ് എന്ത് വരിക? 14 കേട്ടോ. 14 എണ്ണം കഴിഞ്ഞിട്ടാണ് അപ്പുറത്ത് വരിക. 14 ആണ്. 14 എണ്ണം കഴിഞ്ഞിട്ട് ഇതും അതേപോലെ തന്നെ 14 എണ്ണം കഴിഞ്ഞിട്ടാണ് അപ്പുറത്ത് വരിക. സോ ഇറ്റ് ഈസ് 14 is there. ഓക്കെ, അപ്പൊ നമ്മൾ അത് മാറ്റി ഞാൻ അപ്പുറത്തേക്ക് എഴുതാൻ പോവാണ്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ഈ 14 എണ്ണത്തിന് മാറ്റി എഴുതാൻ പോവാം. ഓക്കെ, സോ എന്താ 14 എണ്ണം? ലാന്തനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയി 14ാമത്തേലേക്ക് എത്തുമ്പോൾ അത് ലുട്ടീഷ്യാണ്. ഡിസ്കളതാണ് ലുട്ടീഷ്യം. അപ്പൊ ഇവിടെ 57 അല്ലെ, 57 തുടങ്ങി
ഇവിടെ ലുട്ടീഷ്യത്തിൽ നമ്മൾ എത്ര വരുമ്പോ 71-ലെത്തും. അപ്പൊ ലുട്ടീഷ്യ അടക്കം 14 എണ്ണം ഇവിടെ ഉണ്ടാവും. കറക്റ്റ്? ഓൾ ഓഫ് യു? യെസ്, മനസ്സിലാവണ്ടല്ലോ. ഓക്കെ. ദെൻ അതിനുശേഷം ഇവിടെ ആക്ടിനോയിഡ്സ്. ആക്ടിനോയിഡ്സിൽ അക്ടീനയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്കിലും അക്ടീന ഒറിജിനലി ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് ഒറിജിനൽ അക്ടീന ആയിക്കോട്ടെ ലാന്തനോയിഡ് ആയിക്കോട്ടെ ഒറിജിനലി ദേ ആർ ഡി ബ്ലോക്ക്. പക്ഷെ അതിന് ശേഷമുള്ളത് ഡി ബ്ലോക്കിൽ വരില്ല. അപ്പൊ അത് 14 ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ 14 നമ്പർ. ഹിയർ അഗൈൻ 14 നമ്പർ. ശേഷം വരിക that element is called Lawrencium. It's a Lawrencium. Okay, Lawrencium number atomic number അപ്പോ 103 ആണ്. It's a 103. Clear? Yes. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സംവിധാനം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് മാറ്റി നമ്മൾ വെച്ചു, മാറ്റി വേറെ സെറ്റ് വെച്ചു. അപ്പൊ ഇതിനെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സില്, സോ ഇറ്റ് ഈസ് നൗ ഇറ്റ് ഈസ് എൻ എഫ് ബ്ലോക്ക് എലമെന്റ്. നൗ ദിസ് ഈസ് കാൾഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ എഫ് ബ്ലോക്ക് എലമെന്റ് നമ്മൾ ലാന്തനോയിഡ്സ് എന്നാ പറയാ. അപ്പൊ നമ്മൾ ഷോർട്ട് ഫോമിൽ LN എന്ന് പറയും. ദിസ് ഇസ് കാൾഡ് ലാന്തനോയിഡ്സ്. രണ്ടാമത്തെ എലമെന്റ് നമ്മൾ പറയാം ആക്ടിനോയിഡ്സ്, AN എന്ന് പറയും. ഈ എലമെന്റ്സിനെ എല്ലാം സൂചിപ്പിക്കാൻ വേണ്ടി AN എന്ന് പറയാം. ഈ എലമെന്റ്സിനെ എല്ലാം സൂചിപ്പിക്കാൻ വേണ്ടി LN എന്ന് പറയാം. L ശേഷം N ആണ് കേട്ടോ, LN എന്ന് പറയാം. ഓക്കെ, അപ്പൊ ദീസ് ആർ കാൾഡ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ഓക്കെ, ഇതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇതില് ഫില്ലായി പോണത് പിന്നെ 4F-ലാണ്. ഇറ്റ്സ് ഓൾസോ 4F-ലാണ് ഇത് ഫില്ല് ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ 4F സീരീസ് പറയും. ഇത് നമ്മൾ ഫില്ലായി പോണത് 5F-ലാണ്. ആൻഡ് ദിസ് ഇസ് കാൾഡ് 5F സീരീസ്. അപ്പൊ സീരീസിന്റെ പേരുമുണ്ട്. ഇത് ലാന്തനോയിഡ് സീരീസ്, or it is called 4F series, and actinoids it is called 5F series. Okay, അപ്പൊ ഇതാണ് ഇതൊരു ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഈ ഒരു സെക്ഷൻ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇത് നമ്മള് ഒരു 2 പേജ് വിട്ട ശേഷം, ഡി ബ്ലോക്കിൽ ഒരു 2 പേജ് വിട്ട ശേഷം 2 or 3 വിട്ടേക്കാം. കാരണം നമുക്ക് NCERT ക്വസ്റ്റ്യൻസ് ഈ ഇടയ്ക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ NCERT ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ക്ലാസ് അനന്തമായിട്ട് നീണ്ടു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം NCERT നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. അത്യാവശ്യം NCERT ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ബാക്കിയുള്ള നമ്മൾ ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും മാത്രം. അപ്പൊ ഇനി ഒരു 3 പേജ് വിട്ട ശേഷം നമ്മള് ഹെഡിങ് കൊടുക്കുക എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അതില് വേറെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ബോർഡിൽ പറ്റിയ അതേപോലെ തന്നെ കാര്യം എഴുതാം. ഇതേപോലെ തന്നെ എഴുതാം. ഓക്കെ, യെസ്. എഫ് ബ്ലോക്കിൽ 2 ബ്ലോക്ക് ഉണ്ട്. ഒന്ന് ലാന്തനോയിഡ് അല്ലെങ്കിൽ 4F, അടുത്തത് ആക്ടിനോയിഡ്, ഇറ്റ് ഇസ് കാൾഡ് 5F. നമ്മൾ ലാന്തനോയിഡ്സിലേക്ക് നമ്മൾ ഉടനെ തന്നെ എൻട്രി. സോ ഇത് ഇതേപോലെ തന്നെ എഴുതിയേക്കാം. ദെൻ ഇറേസ് ചെയ്യാം. ഓക്കെ, ഐ എം ഇറേസിംഗ്. ഓക്കെ, നിങ്ങൾ ഇറേസ് ചെയ്യണം. ഐ എം ഇറേസിംഗ്. ഓക്കെ, സോ അഗൈൻ ഐ എം ഇറേസിംഗ്. നമ്മൾ നേരെ ലാന്തനോയിഡ്സിലേക്ക് വരാം കേട്ടോ. ലാന്തനോയിഡ്സിനകത്ത് now we are going to lanthanoids. ലാന്തനോയിഡ് എലമെന്റ്സ് നമ്മൾ നേരെ ഏറ്റവും ആദ്യം പോകും. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വേ. ഓക്കെ, ഐ ആം റൈറ്റിംഗ്. എത്രയായി? 1, 2, 3, 4, 5, 6 അല്ലെ? 6, 3, 18. അപ്പൊ ഇറങ്ങി ഒരു കാര്യം വിട്ടുപോയി. ഡോലിനെയും കഴിഞ്ഞ ടി അല്ലെ? ടി. ഓക്കെ, dy. ഹോളണ്ടിനുള്ള. ഓക്കെ, ഹോളണ്ട്. ഓക്കെ, ഹോളണ്ടിലുള്ള ETY. ETY. ഓക്കെ, lanthanum to lutetium.
ഞാനതൊരു കോഡ് വെച്ചാൽ പൊതുവെ പറയാം കേട്ടോ. അതൊരു സ്ലോഗൻ. പണ്ട് നമ്മൾ ഇംഗ്ലീഷിലെ കോഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല, ഇംഗ്ലീഷിലെ കോഡ് ഉപയോഗിക്കുന്നില്ല. ഒരു സ്ലോഗൻ പോലെ, ഓക്കെ, ഒരു 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 രാഷ്ട്രീയ പാർട്ടി മുദ്രാവാക്യം വിളിക്കുന്ന പോലെ, LCP നമ്മുടെ പാർട്ടി സാറേ, ഇത് ഗോണ്ടനാമോ ട്രയാങ്കിൾ, ഓക്കെ, ഒറിജിനൽ റിയൽ സെൽ ഇസ് ദർ, ഗോണ്ടനാമോ ട്രയാങ്കിളുള്ള ദൈവദാസന്റെയും ഹോളണ്ടിലുള്ള ETY ലൂക്കാച്ചന്റെയും പാർട്ടിക്ക് നമ്മൾ ഇല്ല, യു. ഓക്കെ, യെസ്, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് കാൾഡ് ലാന്തനം. ഇത് സീറിയം, ഓക്കെ, പ്രസോഡിമിയം, PR, പ്രസോഡിമിയം. ഇത് നിയോഡിമിയം, ഇത് പ്രൊമീറ്റിയം, PM. അടുത്ത സമേറിയം, M ആട്ടോ, സമേറിയം. അടുത്ത യൂറോപ്പിയം, ഗഡോലിനിയം, ഓക്കെ. അടുത്ത ടെർബിയം. ഇത് ഡൈസോപ്രോസിയം. അടുത്ത ഹോൾമിയം, ജസ്റ്റ് ലൈക്ക് ഹോൾമിയം. ഓക്കെ, ഇത് എർബിയം, ടെർബിയം, sorry, terbium, so I am wrong. Thulium, thulium, okay. Yttrium, sorry, this one ytterbium, ytterbium, and the last one lutetium. Okay, again we are saying like this way: lanthanum, cerium, prasodymium, neodymium, promethium after Prometheus, very Greek history. Okay, samarium, Europium, gadolinium, okay, it is a terbium, disoprosium, holmium, erbium, thulium, ytterbium, and lutetium. Okay, in the configuration of compound. Now we are going to directly electronic configuration. Lanthanum D block ആണ്. അപ്പോൾ ഇതിനകത്ത് xenon configuration ശേഷം 5D ആണ് കേട്ടോ. 5D1, okay, 21, സ്കാൻഡിയത്തിന്റെ പോലെ തന്നെ 5D1, it is also 6s2. Okay, cerium ആണെങ്കിൽ ആദ്യം F ഓർബിറ്റിലാണ് വരിക. Again we are writing it is a xenon configuration. Here again 4F, okay, 4F1, okay, ആദ്യം F ഓർബിറ്റിൽ പ്രത്യക്ഷപ്പെട്ട അവിടെയാണ് 4F. ബാക്കിയുള്ള അതേപോലെ തന്നെ 5D1, 6s2. ഓക്കെ, 5D1 ആണ്, 6s2. അടുത്ത ഇനി D വരില്ല. ഓക്കെ, എല്ലാം Fലേക്ക് മാറി കേട്ടോ. D, there is no D here. ഓക്കെ, ഇനി വരുമ്പോ അടുത്ത് നമ്മൾ വരാൻ പോണ്. ഓക്കെ, ഹിയർ അഗെയിൻ ഇനി നമ്മൾ ഫുൾ എഴുതുന്നില്ല. ഓക്കെ, ഈ സിനോൺ ആണെങ്കിൽ എഴുതാം, ഇതുവരെ എഴുതാം. സിനോണിന്റെ കോൺഫിഗറേഷൻ, അതിനുശേഷം ഓക്കെ 4F, ഒരു ഇലക്ട്രോണിക് എക്സ്ട്രാ വേണം. ഡിയിൽ ഒന്നുണ്ട്, പിന്നെ നേരത്തെ Fൽ ഒന്നുണ്ട്. അപ്പോൾ 4F3, 6s2 ആണ്, 6s2. ക്ലിയർ, 6s2. അപ്പോൾ ഇനി ഡി ഓർബിറ്റൽ ഇല്ല. ഓക്കെ, ശരിക്കും വേണമെങ്കിൽ സീറിയം വേണമെങ്കിൽ ഡി ഓർബിറ്റലിന്റെ ഒരു ചെറിയ ഭാഗം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഈ സിനോൺ ഉപയോഗിക്കില്ല. 4F എന്നും 6s ഒന്നും ഉപയോഗിക്കില്ല. ജസ്റ്റ് F എന്നും S മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഹിയർ അഗെയിൻ F4, ഇനി എല്ലാം ഓട്ടോമാറ്റിക് ആണ്. F4s2. ഓക്കെ, അടുത്തത് F5s2. ഓക്കെ, അടുത്തത് F6s2. ഓക്കെ, F6s2, F6s2 അല്ലേ, F6s2. അതിലൊരു ചെറിയൊരു ഡിഫറൻസ് വരും. ഓക്കെ, കാരണം Fല് ആ ഫീൽഡിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ F7 ആണ് ആ ഫീൽഡ്. ഓക്കെ, F7 അത് ചിലപ്പോ വെയിറ്റ് സെക്കൻഡ്, ചെക്ക് ഇറ്റ്. ഓക്കെ, ഹിയർ അഗെയിൻ F6s2 ആണ്. ഓക്കെ, അടുത്ത F7s2. ഓക്കെ, ഹിയർ അഗെയിൻ F7s2. ഓക്കെ, അടുത്ത ശരിക്കും പറയേണ്ടത് F8s2 വേണ്ടേ, പക്ഷെ F7 ഒന്നുകൂടി സ്റ്റേബിൾ ആയതുകൊണ്ട് നമ്മൾ പിന്നെയും ഹിയർ അഗെയിൻ F7 എഴുതി. 5D ഒന്നുകൂടി അപ്പിയർ ചെയ്യുന്നു, 5D1s2. So it is a little bit important. Gadolinium പിന്നെയും D ഓർബിറ്റിൽ വന്നു. അടുത്തത് അഗെയിൻ it is a terbium. So it is a പിന്നെയും തിരിച്ചു പോകും. F8, then again 9, F9s2. It is here again F10, this also S2. Okay, F here again 11s2, this also F. Okay, 12, F12s2. അടുത്ത F13, okay, S2. അടുത്ത F14s2. ഇനി D വരണം. ഓക്കെ, F15 വരില്ല. Fല് മാക്സിമം 7 ഓർബിറ്റിലുള്ളൂ. അപ്പോൾ F14 ഇട്ട ശേഷം പിന്നെ 5D1s2. Okay, and so this is a
basic configuration for these elements. Okay, so അത് neat ആയിട്ട് എഴുതി കേട്ടോ. നേരെ നേരെ സ്ഥലം ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, ഓക്കെ, ഞാനിത് നേരെ എഴുതാൻ താല്പര്യപ്പെടാം. എനിക്ക് കാരണം ബോർഡിൽ സ്പേസ് ഇല്ലാത്ത കാരണം ഞാൻ അഗെയിൻ ഓക്കെ കോൺട്രാക്ട്. ഓക്കെ, അപ്പൊ ഇത് നേരെ ലന്ധനം, അടുത്ത സീറിയം, അങ്ങനെ അങ്ങനെ പോവായിരിക്കും ബെസ്റ്റ്. ഓക്കെ, എന്തായാലും ശരി, നിങ്ങൾ ഇത് ഇതേപോലെ എഴുതിത്തേക്കാം. ഇപ്പൊ നമ്മൾ പണ്ട് ലോഗരിതം ടേബിള് ക്ലാസ്സിൽ പിന്നെ അല്ലെങ്കിൽ എക്സാമിനേഷൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അത് നോക്കി കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. പക്ഷെ ഇപ്പൊ അങ്ങനെ നമുക്ക് ലോഗരിതം ടേബിൾ ക്ലാസ്സിൽ പിന്നെ എൻട്രി ഇല്ല, എക്സാമിനേഷൻ ഹാളിൽ എൻട്രി ഇല്ല. അപ്പൊ നമുക്ക് ഈ കോൺഫിഗറേഷൻ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ദി കോൺഫിഗറേഷൻ ഓഫ് ഓക്കെ പിന്നെ ഗഡോലിനിയം വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ സെറ്റ് ഇതേപോലെ പഠിച്ചു വെച്ചാൽ ഇറ്റ്സ് വെരി ഈസി ടു ഡ്രോ അല്ലെങ്കിൽ റൈറ്റ് ദി കോൺഫിഗറേഷൻ. ഓക്കെ, യെസ്. ഇതിന്റെ നമ്മൾ പ്രോപ്പർട്ടീസിലേക്ക് നമ്മളൊന്ന് പോവാം. സോ യു റൈറ്റ് ഇറ്റ്. നൗ ഐ ആം ഇറേസിംഗ് ദിസ് വൺ. പ്രോപ്പർട്ടീസിൽ നിങ്ങൾ പിന്നെ ഒന്ന് രണ്ടെണ്ണം ആദ്യം സിമ്പിൾ പ്രോപ്പർട്ടി എഴുതി. പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനോയിഡ്സ്. അപ്പൊ നമ്മളെ സൈഡിങ് ലാന്തനോയിഡ്സ് കേട്ടോ, കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ലാന്തനോയിഡ്സ് ആണ് സൈഡിങ്, അതിന്റെ കോൺഫിഗറേഷൻ ആണ് എഴുതിയത്. ആക്ടോയിഡ്സ് നമ്മൾ വേറെ സെറ്റ് ആയിട്ട്. അപ്പോ ലാന്തനോയിഡ്സ് എന്നുള്ള ഹെഡിങ്, അതിന്റെ അകത്ത് ഫസ്റ്റ് വൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞു. ദെൻ അതിന്റെ തൊട്ട് താഴെ പ്രോപ്പർട്ടീസ് നോക്കി. പ്രോപ്പർട്ടീസിന്റെ ഫസ്റ്റ് വൺ, ആൾ ആർ വൈറ്റ് സിൽവറി മെറ്റൽസ്. എല്ലാം വൈറ്റ് സിൽവറി മെറ്റലാണ്. All are white silvery metals. Okay, silvery metals. With all are white silvery metals. White silvery metals. Soft with soft. Another point. All metal compounds in solid state and metal ions in aqueous solution is colored. Okay, is colored. നമ്മൾ DD ട്രാൻസ്ഫർ പോലെ FF ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അത് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കാം. F ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ 7 കൂടിയതാ. 1 2 3 4 5 6 7 7 കേട്ടോ. 1 2 3 4 5 6 7. ഇത് നമ്മൾ ലിഗാൻഡിൽ സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് T1G. അത് 3 കേട്ടോ, 3. 1 2 3 T1G. അടുത്തത് യു ക്യാൻ സേ T2G. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ T2G. ഓക്കെ, അടുത്ത EG അല്ല ഒരു കേട്ടോ, ഇറ്റ് ഈസ് ഓൾസോ 3 3 6 1 7 അല്ലേ. അടുത്ത A1G ആണ്, A1G. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് F ഓർബിറ്റൽ സ്പ്ലിറ്റ് ആവും. അപ്പോൾ സ്പ്ലിറ്റ് ആവുമ്പോൾ താഴെ നിന്നുള്ള ഇലക്ട്രോൺ 2 എക്സൈറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, താഴെ നിന്ന് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാവുന്ന കാര്യം, സോ ഇറ്റ് ഈസ് ഹിയർ അഗെയിൻ F1 മുതൽ, ഓക്കെ, F1 മുതൽ ഇറ്റ് ഈസ് ഓൾസോ F14 തൊട്ട് മുമ്പ് 13 വരെ കളയണം. ദീസ് ആർ എന്തായിരിക്കും കളക്ട്. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് ഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി ഫിൽഡും ഒട്ട് ഫില്ലല്ലാത്തതും കളർലെസ് ആണ്. അതുകൊണ്ട് F0, okay, F0 and you can say F14 is colorless. അപ്പൊ ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കാം. F1 to F13 colored ആണ്. Okay, F0 to F14 colorless ആണ്. And color is due to FF electron transfer. അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. Color is due to FF electron transfer. അപ്പൊ ഇതാണ് നമ്മൾ കളറുടെ കാര്യം. ഓക്കെ, ക്ലിയർ. നോട്ടിൽ എഴുതുമ്പോൾ ഇതിന്റെ കോമ്പൗണ്ട് സോളിഡ് സ്റ്റേറ്റിലും as well as aqueous solution colored ആണ്. Color is due to FF electron transfer. പിന്നെ അതിന്റെ ഉള്ളിലുള്ള കാര്യം ഇത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാനിത് ഡീറ്റെയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. F1 to F13 is colored, F0 and F14 is colorless. അപ്പൊ ഇതാണ് കളറുടെ കാര്യം. നമ്മള് മാഗ്നറ്റിസം നമ്മളൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നു മാത്രം. മാഗ്നറ്റിസിന്റെ കാര്യത്തില് ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. കാരണം എഫ് ഓർബിറ്റലിൽ ഒരു വലിയ പാർട്ട് ന്യൂക്ലിയസിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, വെരി നിയർ ടു ന്യൂക്ലിയസ്.
അപ്പൊ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഓർബിറ്റൽ ഇലക്ട്രോണിക് ഇഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിസം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവിടെ നോക്കിയത് ഡി ബ്ലോക്കിൽ നോക്കിയത് സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെന്റ് ആണ്. സ്പിൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഓർബിറ്റൽ മോഷൻ കൺസിഡർ ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ക്വഞ്ച്ഡ്. പക്ഷെ ഇതിന്റെ എഫ് ഇതായിരുന്നില്ല, എഫ് കുറച്ചുകൂടി ഉള്ളിൽ പോയതുകൊണ്ട് സോ കാര്യമായിട്ട് ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടില്ല, കുറച്ചുകൂടി ഉള്ളിൽ പോയി. അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. സോ we cannot calculate the magnetic moment by using simple spin-only formula. Okay. പക്ഷേ സ്പിൻ-only ഫോർമുല സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ചില കോൺഫിഗറേഷൻ, ആ കോൺഫിഗറേഷൻ ഇതാണ് ഞാൻ പറയാൻ പോവാം. സോ ദ സ്പിൻ-only കോൺഫിഗറേഷൻ you can apply. Okay, it is also lanthanum 3+. It is again lanthanum 3+. Lanthanum 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is lanthanum D block ആണ് കേട്ടോ. Okay, it is also D0 S0 configuration. Okay. അടുത്തത് it is also European. Wait a second. It is also gadolinium. European അല്ല, gadolinium 3+. It is also gadolinium 3+. Gadolinium 3+ നകത്ത് F7 configuration ആണ്. Okay, F7 configuration. അതേപോലെ തന്നെ lutetium 3+. Lutetium 3+. Lutetium 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is F14 configuration. Okay. Yes. ഇത് സ്പിൻ-only ഫോർമുല എടുക്കാം. കാരണം എന്തുകൊണ്ട് സ്പിൻ-only ഫോർമുല വരുന്നു? ദിസ് ഈസ് ഡയാമാഗ്നറ്റിക്, ഒരു ഇലക്ട്രോണും പാരാമാഗ്നറ്റിക് അല്ല, അതുകൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക്. ദിസ് ഈസ് എ ഡയാമാഗ്നറ്റ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാല്യൂ വരിക, ഗഡോലിയത്തിന്റെ വാല്യൂ വരിക ഇറ്റ് ഈസ് 7 അല്ലേ, അപ്പോ ഇറ്റ് ഈസ് 7 something വരും അല്ലേ. അപ്പൊ ഇറ്റ് ഈസ് 7.91. ഇറ്റ് ഈസ് 7.9 ബോർ മാഗ്നറ്റ് ഉണ്ടാവും. ഇത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു 0. ഓക്കെ, ഡയാമാഗ്നറ്റ്. ഇറ്റ്സ് mu is equal to 0. Here again mu also equal to എന്താണ് 0. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഇതിനകത്ത് എഴുതുക. മാഗ്നറ്റിസം എഴുതിയ ശേഷം ഇത്രയും കാര്യം എഴുതിയേക്കാം. The magnetic moment cannot be calculated by using simple spin-only formula because orbital magnetic moment contribution present. Because orbital magnetic moment contribution present. But we can use the spin-only formula in the 3 species. We can use spin-only formula in the 3 species. ആ 3 species ആണ് ഇത് മാത്രമേ നമ്മൾ spin-only formula ചോദിക്കൂ. Write the magnetic moment of this one വേണമെങ്കിൽ ചോദിക്കാം. So it is like this. Spin-only formula നമുക്ക് എന്താണെന്ന് അറിയാം. magnetic moment mu is equal to root of n into n+2 ആണ് സ്പിൻ-only ഫോർമുല കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ 7.9 കിട്ടുക. 79 അല്ല, 7.9 ആണ് കേട്ടോ. 7.9 ബോർ മാഗ്നറ്റ്. അപ്പൊ ഇത് ഒന്ന് പെട്ടെന്ന് എഴുതി വെക്കാം. ഞാൻ ഇറേസിലാണ് പോവാണ്. ഓക്കെ, ടൈം ഈസ് 28. ഓക്കെ, സോ ഹാഫ് ആൻ അവർ ഈസ് ഇനഫ്. അപ്പോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ സൈസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി വലിയ ഇമ്പോർട്ടൻസ് അല്ല, എന്നാൽ കൂടി വേണമെങ്കിൽ ചോദിക്കാം. Now, okay, thank you for watching this class. Okay, we will meet again on the next class. Thank you once again.